പിന്തുണച്ച് പാകിസ്ഥാൻ. പാറ്റകൾക്കായി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് 480 സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ വ്യാജ വാർത്തകളും അരാജകത്വവും പരത്താൻ ശ്രമം നടത്തിയ അക്കൗണ്ടുകൾക്ക് പൂട്ടിട്ട് ഡൽഹി പോലീസ്. വിദ്യാർത്ഥി സമരത്തിന് പിന്നിൽ പാക് സൈബർ നീക്കമാണ് നടക്കുന്നത്. ഡൽഹി പോലീസിന്റെ നിർണായക വെളിപ്പെടുത്തൽ പുറത്തുവരികയാണ്. നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ വ്യാജ വാർത്തകളും അതേപോലെ തന്നെ പ്രകോപന സന്ദേശങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള 480-ലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡൽഹി പോലീസ് കണ്ടെത്തി ബ്ലോക്ക് ചെയ്തതായിട്ടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എഡിറ്റ് ചെയ്ത വീഡിയോകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകൾ, വ്യാജ വിവരങ്ങൾ എന്നിവ പ്രചരിപ്പിച്ച വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുവാനും പ്രതിഷേധം കൂടുതൽ സംഘർഷഭരിതമാക്കുവാനുമാണ് ഈ അക്കൗണ്ടുകൾ ശ്രമിച്ചതെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുമാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യക്കെതിരെ സൈബർ പ്രചരണം നടത്തിയതായി തന്നെ ആരോപിക്കപ്പെട്ട അതേ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ഇപ്പോൾ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടും സജീവമായി പ്രവർത്തിക്കുന്നതെന്നും ഡൽഹി പോലീസ് പുറത്തുവിട്ട പ്രത്യേക വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അക്കൗണ്ടുകളും ഡിജിറ്റൽ ശൃംഖലകളും പരിശോധിച്ചു വരികയാണ് എന്നും സമൂഹത്തിൽ ഭീതി പരത്തുകയോ അത്തരത്തിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും പോലീസ് അറിയിച്ചു. മുൻപ് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വ്യാജ പ്രചരണം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇത് നടത്താൻ ഉപയോഗിച്ച അതേ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തന്നെയാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വൻ കലാപമാക്കി മാറ്റാൻ ദുരുപയോഗം ചെയ്തത് എന്നതാണ് ഡൽഹി പോലീസ് ഒരു പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ക്രമസമാധാനം തകർക്കുവാനും ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ, അതായത് വിദ്യാർത്ഥികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വിദേശ ശക്തികൾ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത വീഡിയോകളും ദൃശ്യങ്ങളും പങ്കുവയ്ക്കരുത് എന്ന തരത്തിൽ പോലീസ് ഇപ്പോൾ പ്രത്യേക മുന്നറിയിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന ഇത്തരം പ്രചരണത്തിൽ അവിടെ വീണു പോകരുതെന്നും ഏതൊരു വിധത്തിലും വിവരവും പങ്കുവയ്ക്കുന്നത് അതിനു മുൻപേ തന്നെ അതിന്റെ സത്യാവസ്ഥ പരിശോധിച്ചുകൊണ്ട് ഉറപ്പുവരുത്തണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ജനാധിപത്യപരമായ രീതിയിലുള്ള സമാധാനപരമായ പ്രതിഷേധങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് എന്നും എന്നാൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സാമൂഹിക വിരുദ്ധർക്ക് അവിടെ അവരുടെ വികാരങ്ങൾ ചൂഷണം ചെയ്യാൻ അവസരം നൽകരുത് എന്നും പോലീസ് ഇവിടെ, അതായത് ഡൽഹി പോലീസ് വിദ്യാർത്ഥികളോടും പൊതുജനങ്ങളോടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.